Hello everyone, welcome back to our class. It's me Ambili and this is our 9th session on phonetics. In the last class, we learned classification of consonants based on place of articulation. And today we are going to learn classification of consonants based on manner of articulation. അതായത് നമ്മൾ പറഞ്ഞിരുന്നു കോൺസണൻസ് ക്ലാസിഫിക്കേഷൻ മെയിനായിട്ട് 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഫസ്റ്റ് പോയിന്റ് whether the sound is voiced or voiceless. അത് നമ്മൾ തേർഡ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ സെക്കൻഡ് പോയിന്റ് ദി പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ, അത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ദെൻ തേർഡ് പോയിന്റ് ദി മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യു നോ ദാറ്റ് കോൺസണൻസ് ആർ സൗണ്ട്സ് ഡ്യൂറിംഗ് ദി പ്രൊഡക്ഷൻ ഓഫ് വിച്ച് there is an obstruction within the oral cavity or narrowing of the passage of air by various speech organs so that the lung air escapes with audible friction. അതായത് നിങ്ങൾക്കറിയാം, വവൽ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ സ്പീച്ച് ഓർഗൻസ് തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും വരുന്നില്ല, അല്ലെങ്കിൽ സ്പീച്ച് ഓർഗൻസ് തമ്മിൽ ടച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എയറിൻ്റെ ഫ്ലോ ബ്ലോക്ക് ചെയ്യപ്പെടുന്നില്ല, എയറിൻ്റെ ഫ്ലോ സ്മൂത്ത് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എ, ഇ, ഈ സൗണ്ടുകളൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ സ്പീച്ച് ഓർഗൻസ് തമ്മിൽ ടച്ച് ചെയ്യുന്നില്ല. അതേസമയം കോൺസണൻറ്റ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എയറിൻ്റെ ഫ്ലോ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ടിപ്പ് ഓഫ് ദി ടങ് ടീത്ത് റിഡ്ജിൽ ടച്ച് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സ്പീച്ച് ഓർഗൻസ് തമ്മിൽ അവിടെ കോണ്ടാക്റ്റ് വരുന്നത് കൊണ്ട് തന്നെ എയറിൻ്റെ ഫ്ലോ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. അതായത് കോൺസണൻറ്റ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എയറിൻ്റെ ഫ്ലോ ബ്ലോക്ക് ചെയ്യപ്പെടാം. ആ ബ്ലോക്കേജ് ഒന്നുകിൽ പാർഷ്യൽ ആയിരിക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻ്റർമിറ്റൻ്റ് ആയിരിക്കാം. ഇൻ്റർമിറ്റൻ്റ് മീൻസ് ഇടവിട്ടുള്ളത്. അതേപോലെ ഒന്നുകിൽ നമ്മുടെ മൗത്തിന് ഒരു നാരോയിങ് സംഭവിക്കാം. നാരോയിങ് മീൻസ് ഇടുങ്ങുക അല്ലെങ്കിൽ ചുരുങ്ങുക. ഓക്കെ, അതേപോലെ മറ്റൊരു കാര്യം, കോൺസണൻറ്റ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പ്ലോഷൻ അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ പ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ ആയിട്ടുള്ള ലോവർ ലിപ്പ് പാസീവ് ആർട്ടിക്കുലേറ്റർ ആയിട്ടുള്ള അപ്പർ ലിപ്പിലേക്ക് മൂവ് ചെയ്ത് അവിടെ ഒരു ഫേം കോണ്ടാക്റ്റ് ഉണ്ടാകുന്നു. അതിനുശേഷം ഒരു സഡൻ റിലീസാണ് സംഭവിക്കുന്നത്. ആദ്യം എയറിൻ്റെ ഫ്ലോ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു, അതിനുശേഷം ഒരു സഡൻ റിലീസ്, അവിടെ ഒരു പ്ലോഷനാണ് സംഭവിക്കുന്നത്, ഒരു പൊട്ടിത്തെറിയാണ് ഓക്കെ. അതായത് ഓരോ കോൺസണൻറ്റ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും വ്യത്യസ്തമായ രീതിയിലായിരിക്കും എയർ ഫ്ലോ ബ്ലോക്ക് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ എയർ ഫ്ലോ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന ആ ഒരു രീതിക്ക് സ്ട്രിക്ചർ എന്നാണ് പറയുന്നത്. ഈ ഒരു സ്ട്രിക്ചറിനെ പറ്റിയാണ് നമ്മൾ മാനർ ഓഫ് ആർട്ടിക്കുലേഷനിൽ പഠിക്കുന്നത്. ദി മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ റെഫേഴ്സ് ടു ദി സ്ട്രിക്ചർ ഇൻവോൾവ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ദി സൗണ്ട്. ദി ടേം സ്ട്രിക്ചർ റെഫേഴ്സ് ടു ദി മാനർ ഇൻ വിച്ച് ദി speech organs restrict or narrow the passage of air. Consonants are classified into plosives, affricates, nasals, fricatives, laterals, semi-vowels or frictionless continuants, rolled consonants or trills, flaps or taps, depending on whether there is a complete closure, a partial closure, or an intermittent closure, or only a narrowing that causes audible friction. Closure means the blocking of the air at some point in the oral cavity. Okay. First one, plosives. Plosives are those sounds produced with a stricture of complete closure and sudden release. പ്ലോസീവ്സിൻ്റെ പ്രൊഡക്ഷൻ്റെ സമയത്ത് അവിടെ ഉണ്ടാകുന്ന സ്ട്രിക്ചർ എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ക്ലോഷർ, അതിനുശേഷം ഒരു സഡൻ റിലീസ്. ഓക്കെ, എക്സാമ്പിൾസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പ്ലോസീവ് എന്ന വേർഡ്, അതിൻ്റെ എറ്റിമോളജി എക്സ്പ്ലോസീവ് എന്ന വേർഡിൽ നിന്നുമാണ്. അതേപോലെ പ്ലോഷൻ എന്ന വേർഡ് എക്സ്പ്ലോഷൻ എന്ന വേർഡിൽ നിന്നുമാണ് ഉണ്ടായിരിക്കുന്നത്. There are 6 plosives in English and they are p, b, t, d, k and g. Okay, examples നോക്കാം. First one, p. P as in position, not position. P, a, z, e, sh, a, n. Then b. B as in beauty. B, y. ഇത് J അല്ല, ഫോണറ്റിക് സിമ്പൽ y ആണ്. U, t, e. Then t. T as in talk. T, o, k. Then
D. D as in deep. D, E, P. Then K. K as in keep. K, E, P. Then G. G as in gun. G, A, N. Okay. There are three phases in the production of a plosive. അതായത് ഒരു പ്ലോസീവിൻ്റെ പ്രൊഡക്ഷൻ്റെ സമയത്ത് അവിടെ 3 സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ്, ക്ലോഷർ സ്റ്റേജ്. In the first stage, both the active and passive articulators come into close contact to block the airstream. First സ്റ്റേജിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സ് അടുത്തേക്ക് വരുന്നു, എയറിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് അടുത്തേക്ക് വരുന്നു. ഓക്കെ. Then second, compression stage. In the second stage, the blocked airstream compresses or forces behind the blocking. അതായത് ബ്ലോക്ക് ചെയ്യപ്പെട്ട എയർ സ്ട്രീം അവിടുന്ന് റിലീസ് ആകുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു എന്താ പറയുക, ഒരു കംപ്രഷൻ അല്ലെങ്കിൽ ഒരു പ്രഷർ അവിടെ ഉണ്ടാവുന്നു, പ്രഷർ ചെലുത്തുന്നു. ദെൻ തേർഡ് സ്റ്റേജ്, ദി റിലീസ് സ്റ്റേജ്. ഇൻ ദി തേർഡ് സ്റ്റേജ്, the blocked airstream is released suddenly. അതായത് പിന്നെ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള എയർ സ്ട്രീം പെട്ടെന്ന് സഡൻ ആയിട്ട് റിലീസ് ആവുന്നു. ഓക്കെ. ദി ആർട്ടിക്കുലേറ്റേഴ്സ് സെപ്പറേറ്റ് ആൻഡ് ദി കംപ്രസ്ഡ് എയർ എസ്കേപ്സ് വിത്ത് ആൻ എക്സ്പ്ലോസീവ് സൗണ്ട്. ആക്റ്റീവ് ആർട്ടിക്കുലേറ്ററും പാസീവ് ആർട്ടിക്കുലേറ്ററും അവിടുന്ന് സെപ്പറേറ്റ് ആവുന്നു, സഡൻ ആയിട്ട് സെപ്പറേറ്റ് ആവുന്നു. അവിടെ ഒരു എക്സ്പ്ലോസീവ് സൗണ്ട് ഉണ്ടാവുന്നു. ഫ ഫ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ആക്റ്റീവ് ആർട്ടിക്കുലേറ്ററും പാസീവ് ആർട്ടിക്കുലേറ്ററും തമ്മിൽ അവിടെ ഒരു ഫേം കോണ്ടാക്റ്റ് ഉണ്ടാകുന്നു, അവിടെ എയർ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. അതിനുശേഷം പെട്ടെന്നൊരു സഡൻ റിലീസാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ അവിടെ എക്സ്പ്ലോസീവ് സൗണ്ടാണ് ഉണ്ടാകുന്നത്. ഓക്കെ. Second one, Affricates. Affricates are produced with a structure of complete closure and gradual release. Plosives'il complete closure and sudden release ആണ്. ഇവിടെ complete closure and gradual release അല്ലെങ്കിൽ slow release. അത് ഓർത്ത് വെക്കണം. As in the initial stage of plosives, both the active and passive articulators come into close contact to block the airstream. പ്ലോസീവ്സിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ളതുപോലെ തന്നെ ഇവിടെ ആക്റ്റീവ് ആൻഡ് പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സ് എയർ സ്ട്രീമിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് അടുത്തേക്ക് വരുന്നു. ദെൻ എന്താണ് സംഭവിക്കുന്നത്? ദെൻ ദി സോഫ്റ്റ് പാലറ്റ് ഈസ് റേസ്ഡ് ഇൻ ഓർഡർ ടു ബ്ലോക്ക് ദി നേസൽ പാസേജ് ഓഫ് എയർ സ്ട്രീം. സോഫ്റ്റ് പാലറ്റ് റേസ് ചെയ്യുന്നു, അതിൻ്റെ ഫലമായിട്ട് നേസൽ പാസേജ് ഓഫ് എയർ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. ദെൻ ദി ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ സ്ലോലി സെപ്പറേറ്റ്സ് ഫ്രം പാസീവ് ആർട്ടിക്കുലേറ്റർ ആൻഡ് ദി എയർ സ്ട്രീം ഈസ് റിലീസ്ഡ് സ്ലോലി. ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ വളരെ സ്ലോ ആയിട്ട് പാസീവ് ആർട്ടിക്കുലേറ്ററിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്നു. അതുകൊണ്ട് തന്നെ എയർ സ്ട്രീം വളരെ സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുന്നു. ഓക്കെ. സിൻസ് ദി സെപ്പറേഷൻ ഈസ് സ്ലോ, ഫ്രിക്ഷൻ വിൽ ബി ഹേർഡ്, നോട്ട് എനി എക്സ്പ്ലോസീവ് സൗണ്ട്. ഓക്കെ. ഈ സെപ്പറേഷൻ സ്ലോ ആയതുകൊണ്ട് തന്നെ, അതായത് ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ പാസീവ് ആർട്ടിക്കുലേറ്ററിൽ നിന്നും വളരെ സ്ലോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഫ്രിക്ഷൻ മാത്രമേ കേൾക്കുന്നുള്ളൂ, എക്സ്പ്ലോസീവ് സൗണ്ട് ഒന്നും ഉണ്ടാകുന്നില്ല. പ്ലോസീവ്സിൽ അതേസമയം ഒരു എക്സ്പ്ലോസീവ് സൗണ്ട് ഉണ്ടാകുന്നുണ്ട്, ഇവിടെ ഫ്രിക്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. ദർ ആർ 2 അഫ്രിക്കേറ്റ് സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ദേ ആർ ഛ ആൻഡ് ഝ. ഈ 2 സൗണ്ടുകളും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഛ ആസ് ഇൻ ചൂസ്, ഛ ഊ സ്. ദെൻ ജ, ജ ആസ് ഇൻ ജാ, ജ ആ. ഇവിടെ റ പ്രൊനൗൺസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? റ ഒരു വേർഡിൻ്റെ ഫൈനൽ പൊസിഷനിൽ വന്നാൽ ആ റ സൈലൻ്റ് ആയിരിക്കും. ഓക്കെ. തേർഡ് വൺ, നേസൽസ്. സൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ദി സ്ട്രക്ചർ ഓഫ് കംപ്ലീറ്റ് ഓറൽ ക്ലോഷർ ആർ കോൾഡ് നേസൽസ്. കംപ്ലീറ്റ് ഓറൽ ക്ലോഷറിൻ്റെ ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സിനാണ് നേസൽ സൗണ്ട്സ് എന്ന് പറയുന്നത്. ദി സോഫ്റ്റ് പാലറ്റ് ഈസ് ലോവേർഡ് ആൻഡ് എയർ സ്ട്രീം കനോട്ട് എസ്കേപ്പ് ത്രൂ മൗത്ത്. സോഫ്റ്റ് പാലറ്റ് ലോവേർഡ് ആകുന്നതിന് ഫലമായിട്ട് എയർ മൗത്തിലൂടെ എസ്കേപ്പ് ചെയ്യില്ല. Then the airstream passes through the nasal passage and the nasal sounds are produced. ആ സമയത്ത് നോസിലൂടെ മാത്രമേ അല്ലെങ്കിൽ നേസൽ പാസേജിലൂടെ മാത്രമേ എയർ
പാസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണ് നേസൽ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദർ ആർ 3 നേസൽ സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ദേ ആർ മ, ന ആൻഡ് ങ്. ഈ 3 സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യും. ആ സമയത്ത് നിങ്ങൾ ജസ്റ്റ് മൂക്കിൻ്റെ ഇവിടെ നിന്ന് വിരൽ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എയർ നോസിലൂടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എക്സാമ്പിൾസ് നോക്കാം. മ ആസ് ഇൻ മോർണിംഗ്, മ, ഓ, ന, ഇ, ങ്. The initial, middle and final sounds in the word morning are nasal sounds. Okay. Then n as in neat, n, e, t. Then ng, ng as in ring, r, e, ng. ഇവിടെ ng ഫൈനൽ സൗണ്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, then fourth point, fricatives. Sounds produced with a structure of close approximation are called fricatives. അതായത് ക്ലോസ് അപ്രോക്സിമേഷൻ കൊണ്ടുണ്ടാകുന്ന സ്ട്രക്ചറാണ് ഈ ഫ്രിക്കേറ്റീവ് സൗണ്ട്സിൻ്റെ പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ക്ലോസ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ദി ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ മൂവ്സ് ടുവാർഡ്സ് ദി പാസീവ് ആർട്ടിക്കുലേറ്റർ leaving a narrow gap between them for the escape of air, it is known as close approximation. അതായത് സൗണ്ട്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ പാസീവ് ആർട്ടിക്കുലേറ്ററിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നു. ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ആക്റ്റീവ് ആർട്ടിക്കുലേറ്ററിൻ്റെയും പാസീവ് ആർട്ടിക്കുലേറ്ററിൻ്റെയും ഇടയിൽ ഒരു നാരോ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ആ നാരോ ഗ്യാപ്പിലൂടെയാണ് ആ സമയത്ത് എയർ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ എയർ ഈ നാരോ ഗ്യാപ്പിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സ്ട്രോങ് ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. ഫ്രിക്കറ്റീവ്സ് എന്ന് പറയുമ്പോൾ തന്നെ സ്ട്രോങ് ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും എന്ന കാര്യം ഓർക്കണം. ഓക്കെ, the active articulator moves towards the passive articulator to block the airstream. Then the soft palate is raised in order to block the nasal passage of airstream. Then the air escapes through the narrow gap between the two articulators with strong friction. Okay, there are 9 fricative sounds in English and they are f, v, th, th, sh, j, s, z and h. ഇങ്ങനെ 9 ഫ്രിക്കേറ്റീവ് സൗണ്ട്സ് ആണുള്ളത്. എക്സാമ്പിൾസ് നോക്കാം. f as in phone, not phone, phone, f, o, n. ഓക്കെ, ഈ പി എച്ച് എന്ന് വന്നാലും അത് ഫ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ദെൻ 40, f, o, t, e. ഇവിടെ റ സൈലൻ്റ് ആണ്. റ സൈലൻ്റ് ആകാൻ കാരണം ഒരു കോൺസണൻറ്റ് സൗണ്ടിന് മുൻപ് റ വന്നാൽ റ സൈലൻ്റ് ആയിരിക്കും. ഇത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് ഈ ഒരു റൂൾ ഉള്ളത്. നമ്മൾ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ റ സൈലൻ്റ് ആയിരിക്കും. ബട്ട് അമേരിക്കൻ ഇംഗ്ലീഷിൽ അമേരിക്കൻ പ്രൊനൗൺസിയേഷനിൽ ഈ റ അവർ പ്രൊനൗൺസ് ചെയ്യും. ഓക്കെ, 40 എന്ന് തന്നെയാണ് അവർ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വ്, വ് വെറൈറ്റി, വ്, എ. ഇവിടെ എ ആണ് വരിക, എ അല്ല വരിക. വ്, എ, റ്, ഐ. ഐ എന്നത് ഒരു ഡിഫ്തോങ് ആണ്. എ, ട്, ഇ. ദെൻ ഥ, ഥ ആസ് ഇൻ thick, ഥ, ഇ, ക. ഈ ഥ ആൻഡ് ധ ഈ സൗണ്ടുകളൊക്കെ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ 7th ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ പ്രൊനൗൺസ് ചെയ്യേണ്ട രീതി. ദെൻ ധ, ധ ആസ് ഇൻ that, th, a, t. ദെൻ ഷ്, ഷ് ആസ് ഇൻ ഷോർട്ട്. ഇവിടെയും റ സൈലൻ്റ് ആണ്. കാരണം കോൺസണൻറ്റ് സൗണ്ടായ ടേന് മുൻപിൽ റ വന്നതുകൊണ്ട് റ സൈലൻ്റ് ആണ്. ഷ്, ഓ, ട്. ദെൻ നേഷൻ, നേഷൻ അല്ല നേഷൻ. ഈ എസ് എച്ച് വരുമ്പോൾ മാത്രമല്ല ഇവിടെ നേഷൻ, അവിടെയും ഷ് വരുന്നുണ്ട്. അവിടെയും ഈ ഫോണറ്റിക് സിമ്പിൾ ഇതാണ്. ന്, എ, എ ഡിഫ്തോങ് ആണ്. ഷ്, എ, ന്. ദെൻ വിഷൻ, v, e, ž, e, n. വിഷൻ. സ്, സ് ആസ് ഇൻ സക്സസ്, നോട്ട് സക്സസ്, സക്സസ്. സ്, എ. ഇവിടെ എ ആണ് വരിക. ക, സ്, എ, സ്. ഓക്കെ, ദെൻ ആസ് ഇൻ സീബ്ര. അത് സേബ്ര എന്ന് പറയാം.
ഓക്കെ, അതുകൊണ്ടാണ് ഞാനിവിടെ ഈന്നും എന്നും രണ്ട് സിമ്പലും എഴുതിയിരിക്കുന്നത്. ഓക്കെ, Z E അല്ലെങ്കിൽ എ ബ റ് എ. ഇവിടെ ആ നല്ല വരിക എ ആണ്. ദെൻ ഹ, ഹ ആസ് ഇൻ ഹൗസ്, ഹ ഔ സ്. ഇവിടെ ഔ ഒരു ഡിഫ്തോങ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കാം. വ് 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 പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ ആയിട്ടുള്ള ലോവർ ലിപ്പ് പാസീവ് ആർട്ടിക്കുലേറ്റർ ആയിട്ടുള്ള അപ്പർ ഫ്രണ്ട് ടീത്തിലേക്ക് മൂവ് ചെയ്യുന്നു. ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ ഈ ആക്റ്റീവ് ആർട്ടിക്കുലേറ്ററിൻ്റെയും പാസീവ് ആർട്ടിക്കുലേറ്ററിൻ്റെയും ഇടയിൽ ഒരു നാരോ ഗ്യാപ്പ് ഉണ്ട്. ആ നാരോ ഗ്യാപ്പിലൂടെ ആ സമയത്ത് എയർ പാസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ആ സൗണ്ട് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അവിടെ ഒരു സ്ട്രോങ് ഫ്രിക്ഷൻ അനുഭവപ്പെടുന്നു. ഓക്കെ, ഫിഫ്ത്ത് വൺ, ലാറ്ററൽസ്. ലാറ്ററൽ സൗണ്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്ത് എ സ്ട്രക്ചർ ഓഫ് പാർഷ്യൽ ക്ലോഷർ. ലാറ്ററൽ സൗണ്ട്സിൻ്റെ പ്രൊഡക്ഷൻ്റെ സമയത്ത് പാർഷ്യൽ ക്ലോഷറാണ് ഉണ്ടാകുന്നത്. പാർഷ്യൽ ക്ലോഷർ മീൻസ് ഭാഗികമായി എയർ ബ്ലോക്ക് ചെയ്യപ്പെടുക. ഓക്കെ, ദർ ഇസ് ഓൺലി വൺ ലാറ്ററൽ സൗണ്ട് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ദാറ്റ് ഈസ് ൽ അല്ലെങ്കിൽ ല്. In the articulation of this sound, the tip of the tongue makes a firm contact with the teeth ridge. അതായത് ല സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ ആയിട്ടുള്ള ടിപ്പ് ഓഫ് ദി ടങ് പാസീവ് ആർട്ടിക്കുലേറ്റർ ആയിട്ടുള്ള ടീത്ത് റിച്ചിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ക്ലോഷറാണ് ഉണ്ടാകുന്നത്. ആ ഒരു ടച്ച് ചെയ്യുന്ന ഭാഗത്ത്, അതായത് ആ ഒരു സെൻറ്റർ ഓഫ് ദി മൗത്ത് അവിടെ വന്ന് അവിടെ കംപ്ലീറ്റ് ക്ലോഷർ ഉണ്ടാകുന്നുണ്ട്. ബട്ട് ഈ നാവിൻ്റെ രണ്ട് സൈഡിൽ കൂടെയും എയർ പാസ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് തന്നെ. ഓക്കെ, ദർ ഈസ് ദസ് എ കംപ്ലീറ്റ് ക്ലോഷർ ഇൻ ദി മിഡിൽ ഓഫ് ദി മൗത്ത് ഓർ സെൻറ്റർ ഓഫ് ദി വോക്കൽ ട്രാക്ട്. ഓക്കെ, then the sides of the tongue are lowered and the air passes through the sides of the tongue without any friction. അവിടെ ഫ്രിക്ഷൻ ഉണ്ടാകുന്നില്ല. ഓക്കെ, ഇനി എക്സാമ്പിൾ നോക്കാം. ൽ as in leaf, l e f. ഓക്കെ, സിക്സ്ത് പോയിന്റ്, semi-vowels or frictionless continuants or approximants. Sounds produced with a structure of open approximation are called semi-vowels or frictionless continuants. ഈ സെമി-വവൽസിൻ്റെ പ്രൊഡക്ഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ അവിടെ ഓപ്പൺ അപ്രോക്സിമേഷനാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഓപ്പൺ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ദി ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ മൂവ്സ് ടുവാർഡ്സ് ദി പാസീവ് ആർട്ടിക്കുലേറ്റർ ആൻഡ് ലീവിങ് എ വൈഡ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദം ഫോർ ദി എസ്കേപ്പ് ഓഫ് എയർ, ഇറ്റ് ഈസ് നോൺ ആസ് ഓപ്പൺ അപ്രോക്സിമേഷൻ. അതായത് സൗണ്ട്സിൻ്റെ പ്രൊഡക്ഷൻ്റെ സമയത്ത് ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ പാസീവ് ആർട്ടിക്കുലേറ്ററിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നു. ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ആക്റ്റീവ് ആർട്ടിക്കുലേറ്ററിൻ്റെയും പാസീവ് ആർട്ടിക്കുലേറ്ററിൻ്റെയും ഇടയിൽ ഒരു വൈഡ് ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ആ വൈഡ് ഗ്യാപ്പിലൂടെയാണ് ആ സമയത്ത് എയർ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഓപ്പൺ അപ്രോക്സിമേഷനാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സ് ആയതുകൊണ്ട് തന്നെ ഇതിന് അപ്രോക്സിമൻസ് എന്ന പേരും പറയുന്നു. ഓർത്ത് വെക്കണം. ഓക്കെ, അപ്രോക്സിമൻസ്. ഓക്കെ, the soft palate is raised and blocking the nasal passage of airstream. Then the air passes through the wide gap between the articulators. The articulation of these sounds are similar to that of vowels, so it is called semi-vowels. Okay, ഈ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൗത്തിൻ്റെ പൊസിഷൻ അതായത് മൗത്തിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഏകദേശം ആ വവൽ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തുള്ളതുപോലെയാണ്. ഓക്കെ, അതായത് ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ പാസീവ് ആർട്ടിക്കുലേറ്ററിലേക്ക് മൂവ് ചെയ്യുന്നു എങ്കിലും അവിടെ എയർ പാസ് ചെയ്യാനായിട്ട് ഒരു വൈഡ് ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിന് സെമി വവൽസ് എന്ന പേര് പറയുന്നു. There are two semi-vowel sounds in English and they are w and y. w and y. ഈ രണ്ട് സൗണ്ടുകളൊന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കുക. ആ സമയത്ത് നിങ്ങളുടെ സ്പീച്ച് ഓർഗൻസ് തമ്മിൽ ടച്ച് ചെയ്യുന്നില്ല. അവിടെ എയർ പാസ് ചെയ്യാനായിട്ട് ഒരു വൈഡ് ഗ്യാപ്പ് വരുന്നുണ്ട്. ഓക്കെ, എക്സാമ്പിൾസ് നോക്കാം. w as in wait, w e t. Then y, y as in yard, y a d. ഇവിടെ റ സൈലൻ്റ് ആണ്, കാരണം കോൺസണൻറ്റ് സൗണ്ടായ ഡന് മുൻപ് റ വന്നതുകൊണ്ട് റ സൈലൻ്റ് ആണ്. ഓക്കെ, സെവൻത് പോയിന്റ്, റോൾഡ് കോൺസണൻസ് ഓർ ട്രിൽസ്.
The sounds produced with a stricture of intermittent closure are called rolled consonants or trills. Rolled consonants അല്ലെങ്കിൽ ട്രിൽസിൻ്റെ പ്രൊഡക്ഷൻ്റെ സമയത്ത് ഇൻ്റർമിറ്റൻറ്റ് ക്ലോഷറാണ് ഉണ്ടാകുന്നത്. ഇൻ്റർമിറ്റൻറ്റ് ക്ലോഷർ മീൻസ് ഇടവിട്ട് എയർ ബ്ലോക്ക് ചെയ്യുകയും റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ആ ഒരവസ്ഥ, അതിനാണ് ഇൻ്റർമിറ്റൻറ്റ് ക്ലോഷർ എന്ന് പറയുന്നത്. ഓക്കെ, ടു ആർട്ടിക്കുലേറ്റ് ദിസ് സൗണ്ട്, the soft part is raised and blocking the nasal passage of air. The active articulator strikes against the passive articulator several times. അതാണ് ഈ സൗണ്ട്സിൻ്റെ പ്രത്യേകത. ഈ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ പാസീവ് ആർട്ടിക്കുലേറ്ററിനെ പല തവണ സ്ട്രൈക്ക് ചെയ്യുന്നു. ഓക്കെ, സോ ദി എയർ സപ്ലൈ ഈസ് ഓൾട്ടർനേറ്റീവ്ലി ബ്ലോക്ക്ഡ് ആൻഡ് റിലീസ്ഡ്. അങ്ങനെ പലതവണ സ്ട്രൈക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എയർ ഇടവിട്ട് ബ്ലോക്ക് ആവുകയും റിലീസ് ആവുകയും ചെയ്യുന്നു. എക്സാമ്പിൾ നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. എക്സാമ്പിൾ റ് ആസ് ഇൻ റെഡ്, റെയിൻ ആൻഡ് റൺ. ഓക്കെ, നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ റൺ, റെയിൻ അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. ബട്ട് സ്കോട്ടിഷ് പീപ്പിൾ, അതായത് സ്കോട്ടിഷ് ഇംഗ്ലീഷിൽ ഈ റ് അങ്ങനെയാണ് അവർ പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പലതവണ ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ പാസീവ് ആർട്ടിക്കുലേറ്ററിനെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഇടവിട്ട് എയർ ബ്ലോക്ക് ആവുകയും റിലീസ് ആവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്കോട്ടിഷ് ഇംഗ്ലീഷിലാണ് ഈ ഒരു റോൾഡ് കോൺസണൻറ്റ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, 8th point, flaps or taps. In some cases, the active articulator taps against the passive articulator only once. അതാണ് ഈ സൗണ്ട്സിൻ്റെ പ്രത്യേകത. അതായത് ചില വേർഡ്സിൽ ചില സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ പാസീവ് ആർട്ടിക്കുലേറ്ററിനെ ഒരൊറ്റ തവണ സ്ട്രൈക്ക് ചെയ്യുന്നു. ഓക്കെ, ഹിയർ ദി ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ മൂവ്സ് ടുവാർഡ്സ് ദി പാസീവ് ആർട്ടിക്കുലേറ്റർ ആൻഡ് മേക്സ് എ മൊമെൻ്ററി കോണ്ടാക്ട് ആൻഡ് ദെൻ ഇമ്മീഡിയറ്റ്ലി ഗോസ് ബാക്ക് ടു ഇറ്റ്സ് പൊസിഷൻ ഓഫ് റെസ്റ്റ്. അതായത് ഇത്തരം കോൺസണൻറ്റ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ പാസീവ് ആർട്ടിക്കുലേറ്ററിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുകയും അവിടെ ഒരു നിമിഷത്തേക്ക് ഒരു കോണ്ടാക്റ്റ് ഉണ്ടാകുന്നു. അതിനുശേഷം പഴയ പൊസിഷനിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോൺസണൻസിനാണ് ഫ്ലാപ്സ് ഓർ ടാപ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ദി റ സൗണ്ട് ഇൻ ദി വേർഡ്സ് വെരി ആൻഡ് മാരി ആർ എക്സാമ്പിൾസ് ഫോർ ഫ്ലാപ്സ് ഓർ ടാപ്സ്. ഈ ടാപ്പർ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, രണ്ട് വവൽസിൻ്റെ ഇടയിലാണ് റ സൗണ്ട് വരുന്നതെങ്കിൽ അത് ടാപ്പർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ എ ആൻഡ് ഇ, ഈ രണ്ട് വവൽസിൻ്റെ ഇടയിലാണ് റ വന്നിരിക്കുന്നത്. ഇവിടെ എ ആൻഡ് ഇ, ഈ രണ്ട് സൗണ്ടിൻ്റെ ഇടയിലാണ് റ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ടാപ്പർ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് when the r sound occurs between two vowel sounds are called tapr. Okay. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.